നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കടുത്ത വേനലിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നെല്ല് കരിഞ്ഞ് പതിരായി. കർഷകർക്കിത് കണ്ണീർ കൊയ്ത്ത് കാലം. ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യവുമായി ഭാരതീയ വേലൻ ഏകോപന സമിതി ഈ മാസം 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. സീറോ മലബാർ സഭയുടെ കരുത്താണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അരുവിത്തുറയിൽ കത്തോലിക്ക കോൺഗ്രസ് 106-ാം വാർഷികാഘോഷം. വാർത്തകൾ വിശദമായി. കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞുണങ്ങിയതോടെ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞ് പതിരായി മാറി. നെല്ല് കൊയ്തെടുത്തെങ്കിലും മുൻകാലത്തെ പോലെ പകുതി പോലും കിട്ടിയില്ലെന്ന് കർഷകർ പറയുന്നു. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടും ചൂടിൽ നെല്ല് കരിഞ്ഞ് പതിരായി മാറി. വലിയ വിളവ് പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകർക്കാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന കൊടുംചൂടിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിപ്പോയി. എങ്കിലും കരിഞ്ഞുണങ്ങിയ നെല്ല് കർഷകർ കൊയ്തുകൂട്ടി. കുറച്ചെങ്കിലും നെല്ല് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ചൂട് കൂടുതലുകൊണ്ട് നെല്ലെല്ലാം അങ്ങ് കരിഞ്ഞു പോവുക. കതിരായി വന്നപ്പോഴത്തേക്കിനാണ് എല്ലാം കരിഞ്ഞു പോയത്. ഇപ്പോൾ കൊയ്തിട്ടൊന്നുമില്ല. കൊയ്തിട്ട് ഇപ്പോൾ ഒരു 5 കിൻഡൽ നെല്ല് വീതം കിട്ടും. പക്ഷെ അടുത്ത വർഷം എങ്ങനെ കൃഷി ഈ രീതി കിട്ടിക്കഴിഞ്ഞാൽ സബ്സിഡിയാണ് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പൈസ പോലും സബ്സിഡി ഇതേവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ കൃഷി ഇറക്കും? അടുത്ത പ്രാവശ്യം 5 കിൻഡൽ നെല്ലൊക്കെ വെച്ച് ഒരു ഏക്കറിന് കിട്ടിയ 30 രൂപയ്ക്ക് അടുത്തൊക്കെ ഒരു ഏക്കറിന് മുടക്കുള്ളതാണ്. ഈ 5 കിൻഡൽ നെല്ല് കൊടുത്താൽ എന്നാ കിട്ടും? അടുത്ത കൊല്ലം കൃഷി ഇറക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ഇറക്കാൻ പറ്റുമോ? ഇനി ഈ 5 കിൻഡൽ നെല്ല് കൊടുത്താൽ എന്നാ കിട്ടുന്നു? ഇതിന് ചുമട്ടുകൂലി കൊടുക്കണ്ടേ? പുതുപ്പള്ളി അമ്പാട് കടവിന് സമീപത്തെ ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരത്തിന്റെ അവസ്ഥയാണിത്. ഈ പാടശേഖരത്തിലെ ഭൂരിഭാഗം നെല്ലും കരിഞ്ഞുണങ്ങിപ്പോയി. ഏക്കറിൽ നിന്ന് 22-23 കിൻഡൽ നെല്ല് കിട്ടിയിരുന്ന സ്ഥാനത്ത് 5 കിലോ പോലും കിട്ടിയില്ലെന്ന് കർഷകർ പറയുന്നു. വായ്പ എടുത്തും പണയം വെച്ചുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത്. കർഷകർക്ക് കിട്ടാനുള്ള സബ്സിഡികൾ പോലും ലഭിച്ചിട്ടില്ല. അമിതമായ കൊയ്ത്തുകൂലിയും നൽകിയാണ് നെല്ല് കൊയ്തെടുത്തത്. എന്നാൽ മാസങ്ങളോളം ഇവർ നടത്തിയ കഠിനാധ്വാനമാണ് വേനൽ കൊണ്ടുപോയത്. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാർ സഹായിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാതി സെൻസസ് നടത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ജാതി സെൻസസ് നടത്തണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചാണ് 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ വേലൻ സമുദായ സംഘടനകളിൽ നിന്നായി 3000-ഓളം പ്രവർത്തകർ പ്രക്ഷോഭത്തിൽ അണിനിരക്കും. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും രാവിലെ 10 മണിക്കാണ് മാർച്ച് തുടങ്ങുന്നത്. വേലൻ ഏകോപന സമിതി നടത്തുന്ന 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനങ്ങൾ നൽകും. SC പ്രൊമോട്ടർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ഹോം സർവേ നിർത്തിവെക്കുക, മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ് എത്രയും വേഗം വിതരണം ചെയ്യുക, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCയെ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. ചില വകുപ്പുകളിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കണം. എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം. അതോടൊപ്പം PSC റൊട്ടേഷനിൽ വലിയ അപാകതയാണുള്ളത്. PSC റൊട്ടേഷൻ അപാകത പരിഹരിക്കണം. അതോടൊപ്പം മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് PhD അടക്കമുള്ള മേഖലകളിൽ ഫെലോഷിപ്പ് അത് വർദ്ധിപ്പിക്കണം. അത് സമയബന്ധിതമായി വിതരണം ചെയ്യണം. സംവരണം അട്ടിമറിച്ചുള്ള താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജീവ് നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. KK ശശി, R മുരളി, PG കമലഹാസനൻ, സജി തായമംഗലം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ കരുത്താണെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ 106-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന്റെ കരുത്തായി നിലകൊള്ളുന്നത് ഏറെ അഭിമാനാർഹമായ വസ്തുതയാണെന്ന് അൽമായ കമ്മീഷൻ ചെയർമാനും പാലാ രൂപത ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ 106-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അരുവിത്തുറയിൽ നടന്ന സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസിന്റെ 106 വർഷങ്ങളിലെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ജന്മദിനാഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നതാണെന്നും സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറുവാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിയട്ടെയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശംസിച്ചു. ചെറു സമൂഹങ്ങളുടെ
പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായം നിലകൊള്ളുന്നത്. സമുദായ ചിന്ത സങ്കുചിതമാണ് എന്ന ചിന്ത ചിലപ്പോഴൊക്കെ ചിലരെല്ലാം പറയുന്നതും എഴുതുന്നതും കേൾക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട്. സഭയുടെ സാർവത്രിക മാനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമുദായ പ്രവർത്തനവും സഭ നടത്തുന്നത്. സഭയും സമുദായവും ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്തി അരുവിത്തുറ പട്ടണത്തെ ശ്രദ്ധേയമാക്കിക്കൊണ്ട് 10,000 അണിനിരന്ന സമുദായ ശാക്തീകരണ റാലിയും നടന്നു. ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നേലം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ജന്മദിന സന്ദേശം നൽകി. ഇടുക്കി ആർച്ച് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, പാലാ രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 107 വാർഷികാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പാലക്കാട് രൂപത ഭാരവാഹികൾക്ക് കത്തോലിക്ക കോൺഗ്രസ് പതാകയും കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയത്ത് നടക്കുന്ന മാമ്പഴോത്സവത്തിന് തിരക്കേറുന്നു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പെറ്റ് ഷോ കാഴ്ചക്കാരെ ആകർഷിക്കുന്നുണ്ട്. കോട്ടയത്ത് നടക്കുന്ന മാമ്പഴോത്സവത്തിന്റെ ഭാഗമായുള്ള പെറ്റ് ഷോ ശ്രദ്ധേയമാകുന്നു. വളർത്തുമൃഗങ്ങളുടെയും വളർത്തുപക്ഷികളുടെയും വലിയ നിര തന്നെയുണ്ട്. ബോൾ പൈത്തൺ, ഇഗാന, സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റു, സൺ കോണർ, കോക്ടെയിൽ, പൈനാപ്പിൾ കോണർ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഫാൻറ്റയിൽ തുടങ്ങി അരുമജീവികളും ഷോയിലുണ്ട്. പെരുമ്പാമ്പിനെ കഴുത്തിലണിഞ്ഞും ഇഗ്വാനയെ തോളിലേറ്റിയും ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ കൊഞ്ചിച്ചും ഫോട്ടോയെടുക്കാനും അവസരമുണ്ട്. വൻ വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ മുതൽ ഭക്ഷ്യവസ്തുക്കൾ വരെ മേളയിൽ ലഭിക്കും. കോഴിക്കോടൻ ഹൽവയുടെ വിപുലമായ ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മെഗാ ക്രൈസ്തവ സംഗമത്തിന് കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം വേദിയാകുന്നു. നവംബർ 27 മുതൽ 30 വരെ നടക്കുന്ന സംഗമത്തിൽ ലോകപ്രശസ്ത പ്രഭാഷകൻ യങ് ഹൂൺ ലീ പ്രഘോഷിക്കും. ക്രൈസ്തവ ചരിത്രത്തിൽ നാഴികക്കല്ലാകുന്ന മെഗാ ക്രൈസ്തവ സംഗമം നവംബറിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 27 മുതൽ 30 വരെ പ്രത്യാശോത്സവം എന്ന പേരിലാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയുടെ സീനിയർ പാസ്റ്ററും ലോകപ്രശസ്ത പ്രഭാഷകരുമായ യങ് ഹൂൺ ലിയോയും സംഘവുമാണ് കോട്ടയത്തെത്തുന്നത്. വിവിധ ക്രിസ്ത്യൻ സംഗീത ബാൻഡുകളും സംഗീതജ്ഞരും അണിനിരക്കുന്ന സംഗീത നിശയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 300ഓളം പേരാണ് ഗായക സംഘത്തിൽ ഉണ്ടാകുകയെന്ന് സംഘാടക സമിതി ചെയർമാൻ ആർ എബ്രഹാം പറഞ്ഞു. പവർ കോൺഫറൻസുകൾ, യൂത്ത് മീറ്റിംഗുകൾ എന്നിവയും നടക്കും. പരിപാടിയുടെ പ്രഥമ ആലോചന യോഗം കോട്ടയം വടവാതൂർ IPC തിയോളജിക്കൽ സെമിനാരിയിൽ ചൊവ്വാഴ്ച നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അത്ഭുതമായിട്ട് തോന്നും. ബൈബിൾ സൊസൈറ്റിക്കാര് എവിടെയും പോയി ആരെയും മതപരിവർത്തനമൊന്നും നടത്തുന്നില്ല. ഈ അടുത്ത സമയത്ത് ബൈബിൾ സൊസൈറ്റിയുടെ FCRA അവർ ക്യാൻസൽ ചെയ്തു. അവരാണെങ്കിൽ ബൈബിൾ മാത്രം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് അതിങ്ങനെ നടക്കും. ഓരോ സർക്കാർ വരുന്ന സമയത്ത് ആ നിലയിൽ നടക്കും. പക്ഷേ ഇത് ക്രിസ്തീയ ജനത്തിന് വേണ്ടി ഒരു അനുഗ്രഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ നാം നടത്തുന്ന ഈ യോഗം. ബ്രദർ ജോയി താനവേലിൽ, ഗ്ലാഡ്സൺ ജേക്കബ്, ജോൺസൺ മാത്യു തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് കോളേജ് പുതുചരിതം എഴുതുന്നു. ആൺകുട്ടികളുടെ മാത്രം കുത്തകയായിരുന്ന കോളേജിൽ എല്ലാ ബിരുദ ക്ലാസുകളിലേക്കും ഇനി മുതൽ പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. സ്വയംഭരണ പദവി നേടിയ പാലാ സെന്റ് തോമസ് കോളേജിൽ എല്ലാ ബിരുദ പ്രോഗ്രാമുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ നിർണായക സംഭാവനകൾ നൽകിയ പാലാ സെന്റ് തോമസ് കോളേജാണ് പുതുചരിതത്തിന് തുടക്കം കുറിക്കുന്നത്. മീനച്ചിലാറിന്റെ തീരത്ത് 1950 മാർ സെബാസ്റ്റ്യൻ വയലിലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കോളേജിന് മികച്ച അംഗീകാരമായി 2021 നാക് ഗ്രേഡിംഗിൽ A++ ഈ വർഷം ഓട്ടോണമസ് പദവിയും ലഭിച്ചു. കോർപ്പറേറ്റ് റിലേഷൻസിനും പ്ലേസ്മെന്റ് സേവനങ്ങൾക്കുമായി കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മുഖേന അനേകം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ ഉറപ്പാക്കാനും ദേശീയ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് പോളിസി പ്രകാരം ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ വഴി നവീനമായ ബിസിനസ് അവസരങ്ങളാക്കി മാറ്റാനും കോളേജിന് സാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ KM മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ നഴ്സസ് ദിനാചരണം നടന്നു. നഴ്സസ് ദിനാചരണത്തിന്റെയും വാരാചരണത്തിന്റെയും ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ദിനാചരണ സമ്മേളനത്തിൽ നഴ്സിംഗ് സൂപ്രണ്ട് മേരി മാത്യു അധ്യക്ഷയായി. ഡോക്ടർ അരുൺ, ഡോക്ടർ രേഷ്മ, രാജു VR തുടങ്ങിയവർ പ്രസംഗിച്ചു.
കോട്ടയത്ത് നടന്ന കലാമത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫ്ലോറൻസ് നൈറ്റിംഗേളായി ബിബിനയെ തെരഞ്ഞെടുത്തു. അറിയിപ്പ്: കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിന്റെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ 2 താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന ഒഴിവിലേക്ക് 18 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ പ്രായമുള്ള +2 തത്തുല്യം ഫാർമസിയിലുള്ള ഡിപ്ലോമയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾ മെയ് 15 മുമ്പായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ ആവശ്യമുണ്ട്. അപേക്ഷകർ ഡെപ്യൂട്ടി DCE കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ www.spcollege.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം office@sbcollege.ac.in എന്ന ഇമെയിലിൽ 18 മുമ്പ് അയക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുത്ത വേനലിൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നെല്ല് കരിഞ്ഞ് പതിരായി. കർഷകർക്കിത് കണ്ണീർ കൊയ്ത്ത് കാലം. ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യവുമായി ഭാരതീയ വേലൻ ഏകോപന സമിതി ഈ മാസം 15-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. സീറോ മലബാർ സഭയുടെ കരുത്താണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അരുവിത്തുറയിൽ കത്തോലിക്ക കോൺഗ്രസ് 106-ാം വാർഷികാഘോഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.